ഇന്ന് ഒക്ടോബർ 2 വിജയദശമി ദിനം. നമ്മൾ ഇന്ന് രാവിലെ കുളിച്ചൊരുങ്ങി പോകുന്നത് ശാർക്കര അമ്പലത്തിലേക്കാണ്. പിന്നെ നമ്മുടെ കുഞ്ഞു പാപ്പുടുവിനെ ഇന്ന് എഴുത്തിനിരുത്തേയും കൂടാണ്. അവന് അടുത്ത മാസം 2 വയസ്സാകത്തേ ഉള്ളൂ. പക്ഷേ ഈ കൊല്ലം എഴുത്തിനിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ലേറ്റ് ആയി പോകും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ആണെങ്കിലും ഈ കൊല്ലം എഴുതിയേക്കാവുന്ന കരുതി. പാപ്പുടുവിന്റെ കൂടെ എഴുതിയ മറ്റുള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മെച്ചൂടാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അമ്പലത്തിൽ പോകുന്നു, എന്തൊക്കെയോ ചുറ്റിനും നടക്കുന്നു. എല്ലാ വിശേഷ ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്ന് ശാർക്കര അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കരുതിയ പോലെ തന്നെ പാപ്പുടു എഴുതാൻ തുടങ്ങിയപ്പോഴത്തേന് കരയാൻ തുടങ്ങി. ശരിക്കും അവൻ അറിയത്തില്ലല്ലോ അവൻ അരിയിൽ ആദ്യാക്ഷരം കുറിക്കുകയാണെന്ന്. ശരിക്കും ഈ ദിവസം എന്റെ കുഞ്ഞു പാപ്പുടിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. അങ്ങനെ ആദ്യാക്ഷരം എഴുതി കളിക്കുടുക്കയും വാങ്ങിച്ച് അവൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പാപ്പുടുവിന്റെ മൈൻഡ് ഒക്കെ നോക്കിയാക്കിയിട്ട് ഞാൻ വീണ്ടും അവന് ഹരിശ്രീ എഴുതിച്ച്. എനിക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു എഴുതാൻ. നമ്മുടെ ടോക്കൺ 182 ആയിരുന്നു. അതും കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ആദ്യാക്ഷരം കുറിച്ചു. ഇതാ മാത്രമല്ല ഏതൊരു കാര്യം ചെയ്യാനും ഇന്നൊരു നല്ല ദിവസമാണ്. അങ്ങനെ പാപ്പുടുവിന്റെ എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ അരവണ പായസം അവിടുന്ന് വാങ്ങി. ഇത് കൂടാതെ കുറെ അധികം സ്കൂളുകളിലെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് നമ്മുടെ പാപ്പുടുവിന്റെ നമ്പരും പേരും ഒക്കെ ചോദിച്ച് എഴുതി വാങ്ങി. ഇന്ന് നേരത്തെ കാണിച്ചില്ലേ ആ ഒരു ബാർബി ഡോളിന്റെ കളറിംഗ് ബുക്കും അതുപോലെ ക്രയോണ്, പെൻസിൽ, റേസർ, ഷാർപ്നർ അങ്ങനെ ഒരു കിറ്റും അവന് സമ്മാനിച്ചായിരുന്നു. അവലെ 7 മണി തൊട്ടാണ് ഇവിടെ എഴുതാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പൊ സമയം 10 മണിയായിട്ടും അവിടെ തിരക്കിനൊരു കുറവുമില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ആറ്റിങ്ങലിലേക്ക് വന്നു. ആറ്റിങ്ങലിലെ അഞ്ജന ഹോട്ടലിലേക്ക്. രാവിലെ ഒന്നും കഴിക്കാത്ത പോയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ അപ്പവും ബീഫും അതുപോലെ പ്രീച്ചേട്ടൻ ഇടിയപ്പവും ബീഫും പറഞ്ഞു. പിന്നെ ഈ കടയുടെ ആംബിയൻസ് എടുത്ത് പറയണം. നമ്മുടെ പഴയ കടകളൊക്കെ ഇല്ലേ അതേപോലത്തെ ഒരു സെറ്റപ്പ്. ശരിക്കും പറഞ്ഞാൽ ഒരു 90s വൈബിൽ വരുന്ന ഹോട്ടൽ അഞ്ജന ഇരിക്കുന്നത് നമ്മുടെ ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷനിലാണ്. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പോയത് നമ്മുടെ തപസ്യയിലേക്കാണ്. ഇന്ന് ഏത് മൂവിയാണ് നമ്മൾ കാണാൻ വന്നേക്ക് നിങ്ങൾക്ക് ഊഹിക്കാം. ഈ കൊല്ലത്തെ ഒക്ടോബർ 2 ഒന്നിലധികം പ്രത്യേകതകളുണ്ട്. ആദ്യത്തേത് ഗാന്ധി ജയന്തി, അടുത്തത് വിജയദശമി, പിന്നെ നമ്മുടെ കാന്താര ചാപ്റ്റർ 1 റിലീസ്. അങ്ങനെ വീണ്ടും നമ്മുടെ ഒരു ചെറിയ ഡേ ആൻഡ് മൈ ലൈഫ് ഇവിടെ അവസാനിക്കുന്നു.